അങ്ങനെ രാവിലെ ഒരു 7:30-8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. നയാഗ്ര വാട്ടർഫോൾസും ആ വാക്ക് വേ എല്ലാം കാണാം എന്ന് കരുതി ഇറങ്ങി നടന്നതാണ്. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. ഒരു -7 ഡിഗ്രി 8 ഡിഗ്രി അടുപ്പിച്ച് തണുപ്പായിരുന്നു. നമുക്ക് വാട്ടർഫോൾസ് ദൂരെ നിന്ന് കാണാൻ പറ്റും. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാമെന്നുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർഫോൾസ് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ഒരു ബൈനോക്കുലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫ്രീ അല്ല, അതിന് ചാർജ് ഉണ്ട്. $2-3 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് നമ്മൾ പൈസ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മളതിന് നിന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ബോട്ട് സർവീസ് എല്ലാം എടുത്തു. വാട്ടർഫോൾസ് തൊട്ടടുത്ത് നമ്മൾ പോയിരുന്ന് കണ്ടതാണ്. അതുകൊണ്ട് ഈ തവണ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ടും പോയില്ല. അത് മാത്രമല്ല, ഭയങ്കര തണുപ്പായിരുന്നു. ഈ തണുപ്പത്ത് വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഐസ് കട്ടയായി മാറും. ഈ വാക്ക് വേ കൂടി കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസ് തൊട്ടടുത്ത് കാണാൻ പറ്റും. പക്ഷേ അത്രയും തണുപ്പായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി മുതിർന്നില്ല. ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് നടന്നു പോകും. ഈ കാണുന്ന ഏതെങ്കിലും ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരുന്നെങ്കിൽ നമുക്ക് റൂമിൽ ഇരുന്ന് തന്നെ വാട്ടർഫോൾസിൻ്റെ വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ അതുപോലത്തെ റൂമെല്ലാം എടുക്കണമെങ്കിൽ മിനിമം $500 മുതൽ $600 വരെ ആവും. സീസൺ ടൈമിൽ അതിനേക്കാൾ ഇരട്ടിയാവും. ഇത് ഷെറാട്ടൺ ഹോട്ടലാണ്. ഇവർക്കും അതേപോലെ വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നോക്കിയ സമയത്ത് $450 മുതൽ $500 ആയിരുന്നു പെർ നൈറ്റിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത്രയും ഒന്നും എടുത്തില്ല. നമ്മുടെ റൂമിൽ നിന്ന് ഫോൾസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ ഫയർ വർക്ക്സ് എല്ലാം കാണാൻ പറ്റും. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടാവും, 5 മിനിറ്റ്. അതെല്ലാം നമ്മുടെ റൂമിൽ ഇരുന്നാൽ കാണാൻ പറ്റുമായിരുന്നു. റൂമിലിരുന്നല്ല, റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇച്ചു അതിൻ്റെ മേളിൽ കയറി നിന്നു, കുറേയൊക്കെ പോസ്റ്റ് ചെയ്തു. മിഹ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതെല്ലാം എടുത്തു കഴിഞ്ഞു. പിന്നെ കുറേ ടയേർഡായിട്ടോ. പിന്നെ അത്യാവശ്യം കുറേ നടക്കാനൊക്കെ ഉണ്ടെന്ന്. അത് മാത്രമല്ല, ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, -7 ഡിഗ്രി ആയിരുന്നു. പിന്നെ മെല്ലെ നടന്ന് ടയേർഡായപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു. നേരെ ഞങ്ങൾ തിരിച്ച് റൂമിൻ്റെ അങ്ങോട്ട് നടന്നു തുടങ്ങി. പിന്നെ ഇന്നലെ രാത്രി വന്ന് വീഡിയോ എടുത്ത സ്ഥലത്തെല്ലാം പകൽ എങ്ങനെയാണ് ലൈറ്റ് ഇല്ലാതെ എങ്ങനെയാണെന്നുള്ള കുറേ വീഡിയോ എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ടിം ഹോർട്ടൻസിൽ നിന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നേരെ ടിമ്മിൽ പോയി അവിടെ നിന്നൊരു സാൻഡ്വിച്ച് കിട്ടി. അതിൻ്റെ കൂടെ ഒരു കോഫിയും പിന്നെ ഇച്ചുവിന് വേണ്ടി ഒരു ഫ്രഞ്ച് വാനിലയും മേടിച്ചായിരുന്നു. അതെല്ലാം കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി റോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് റൂമിൽ ചെന്ന് പിന്നെ നേരെ ഞങ്ങൾ പൂളിലോട്ടാണ് പോയത്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്കും 9:30-10 മണി. പിന്നെ 10 മണി മുതൽ 12:30-1 മണി വരെ ലഞ്ച് കഴിക്കുന്നവരെ പൂളിൽ തന്നെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തത്. അതിന് വേണ്ടി അവൻ കളിക്കാൻ വേണ്ടി ഡോളറാമെന്ന് ഞങ്ങൾ മേടിച്ച ആ നീന്താൻ പഠിക്കുന്നൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്നു. അതെല്ലാം വെച്ച് നീന്താനൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കാലെത്തുന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിൽ നിന്ന് കളിക്കാൻ ഭയങ്കര രസമാണല്ലോ. ഇച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ തവണ മിഹയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ 1000 ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അന്ന് ഒരു ഡേ എടുത്ത് താമസിച്ചിരുന്നു. അന്നും അവിടെ ഒരു ഔട്ട്ഡോർ പൂളുണ്ടായിരുന്നു. അന്ന് പിന്നെ സെപ്റ്റംബർ ആയതുകൊണ്ട് ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല. അന്ന് ഔട്ട്ഡോർ പൂളിൽ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇത് ഇൻഡോർ പൂളാണ്. പക്ഷെ പുറത്ത് ഒരു -7 ഡിഗ്രി 8 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ തണുപ്പ് ചെറിയ രീതിയിൽ ഇതിൻ്റെ അകത്തടിക്കുന്നുണ്ട്. ബട്ട് വെള്ളം നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പുറത്ത് നല്ല തണുപ്പും. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പൊക്കെ വന്നു. അങ്ങനെ പിന്നെ ലഞ്ചിന് ഞങ്ങൾ KFC എന്നാണ് ഓർഡർ ചെയ്തത്. ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ലിമിറ്റഡ് ഓഫറിൽ മൈറ്റി ബോക്സ് ആണ് ഓർഡർ ചെയ്തത്. $10 4 പീസ് ചിക്കന് 2 ഫ്രഞ്ച് ഫ്രൈസും ഡ്രിങ്ക് കൂടി കിട്ടും. അപ്പോൾ $20 അത് 2 ബോക്സ് ഓർഡർ ചെയ്തു. ഞങ്ങൾക്കത് ലാവിഷായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചുമ്മാ ഞാൻ ഒന്നുകൂടി നടക്കാനിറങ്ങി വൈകുന്നേരം. ആദ്യം ഞങ്ങൾ പോയത് ഫ്രോസൺ ട്രീറ്റ്സ് എന്ന് പറഞ്ഞ ചോക്ലേറ്റും ഐസ്ക്രീമും അങ്ങനെ എല്ലാം സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കുണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ ഭയങ്കര സ്മെല്ല്. അതിനുള്ളിൽ കുറച്ച് നേരം നിന്നാൽ തന്നെ നമുക്ക് ഷുഗർ വരും എന്നൊരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. പക്ഷേ ഭയങ്കര കളർഫുള്ളായ ഒരു ഷോപ്പായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് നമ്മൾ ഇതുവരെ കാണാത്ത പലതരത്തിലുള്ള ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും ക്യാൻഡീസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും അവിടെ കാണാൻ പറ്റി. കുറേ നേരം ഷോപ്പിലെല്ലാം കയറി നടന്നപ്പോഴത്തേക്കും ഇച്ചു ആകെ ടയർഡായി. അവൻ ഭയങ്കര ബോറിംഗ് ആയി. അപ്പോൾ അവന് എൻഗേജ് ആകുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കരുതി ഞങ്ങൾ അവിടുത്തെ ഒരു പാക്കേജ് ചൂസ് ചെയ്തായിരുന്നു. അത് നമുക്ക് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ കാണാം. ബൈ ദെൻ.